ബിഗ് ബോസ് ലൈവിൽ ഒരു രഹസ്യ സംഭാഷണം നടക്കുകയാണ് അക്ബറും ശൈത്യയും കൂടി. വിഷയം അനുമോള് തന്നെ. ശൈത്യ പറയുന്നുണ്ട്, ഇവൾ എൻ്റെ കൂടെ നിന്ന സമയത്ത്, ഇവൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഇവൾ ഭയങ്കരമായ ടെൻഷനായിരുന്നു. അയ്യോ, എല്ലാവരും എന്തോ വിചാരിക്കും, പ്രേക്ഷകർ എന്തോ വിചാരിക്കും, അച്ഛനും അമ്മയും എന്തോ വിചാരിക്കും, അവൾക്ക് ഭയങ്കരമായ ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ആ ഒരു ടെൻഷനൊന്നുമില്ല. അവളുടെ ആ ടെൻഷനെല്ലാം മാറി. ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൾക്ക് എങ്ങനെയോ ന്യൂസ് കിട്ടിയിട്ടുണ്ട് പുറത്ത് ഇവൾക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഇവിടെ കാണിക്കുന്ന മൊത്തം ഡ്രാമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്യാമറ വഴി ഇവൾ കാണിക്കുന്നതൊന്നും ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടില്ലായിരിക്കും. ആ കിച്ചൻ്റെ പാദത്ത് കയറി ഇരുന്നിട്ട് ഇവൾ പാചകം ചെയ്യുന്നതും, ഇവൾ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതും, ഇവൾ കാണിച്ചിട്ടുള്ള തെറ്റുകളൊന്നും ബിഗ് ബോസ് പുറത്ത് വിട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവൾക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇവൾ പുറത്തുനിന്ന് വന്നവരിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. മറ്റേത് ഇവൾ ഒറ്റപ്പെട്ട് ഒരു മൂലയ്ക്ക് മാറിയിരിക്കും, സംസാരിക്കാൻ ആരുടെ പോകത്തില്ല, ഇവൾ എൻ്റെ അടുത്ത് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവൾക്ക് അങ്ങനൊന്നുമില്ല. ആരും മിണ്ടിയോ മിണ്ടിയില്ലയോ അതൊന്നും അവൾക്കൊരു വിഷയമല്ല. അവൾ ആകെ അങ്ങ് ചേഞ്ചായി. വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞാൻ ഇരുന്നിട്ട് പുറകിലോട്ട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക. ഇവൾ എന്നോട് കൂടിയിരുന്ന സമയത്ത് എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതെല്ലാം ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ശൈത്യ അക്ബർ ഖാനോട് പറയുകയാണ്, അവൾ ചെയ്ത കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ളതൊന്നും ബിഗ് ബോസ് പുറത്ത് വിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ അവളെ ട്രിഗർ ചെയ്തതും എന്നിട്ട് ഫുഡ് കൊടുക്കാണ്ടിരുന്നതും ഒക്കെ പുറത്ത് വിട്ട് കാണും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു സിമ്പതി, ഒരു ഇമോഷണൽ കണക്ഷൻ ഇവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുടുംബ പ്രേക്ഷകർക്ക്, കൂടുതലും ഈ അമ്മമാർക്ക് തോന്നുന്നത് ഈ ഒരു പാവം കൊച്ചിനെ കിട്ടി ഇവരെല്ലാം കൂടെ കരയിക്കുന്നു, വിഷമിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ഒരു സിമ്പതി അവർക്കുണ്ടാവുമല്ലോ, അത് ഇവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവൾ പറഞ്ഞ പല കാര്യങ്ങളും ബാക്കിലേക്ക് റിവേഴ്സ് ചെയ്ത് ചിന്തിച്ചപ്പം ഇവളുടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ശൈത്യ അക്ബറിനോട് പറയുകയാണ്. ഇപ്പോഴും ബിഗ് ബോസിൻ്റെ ഒരു മൂലയിൽ രണ്ടുപേരിരുന്നിട്ട് അനുമോളെ പറ്റിയുള്ള ചർച്ചയാണ് ചെയ്യുന്നത്. അത് അക്ബറും ശൈത്യയും. ശൈത്യ അക്ബറിൻ്റെ അടുത്ത് നിന്ന് പോയി കഴിഞ്ഞപ്പം അക്ബർ ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ്, ഇവൾക്ക് എങ്ങനെ ഇത്രയും സപ്പോർട്ട് കിട്ടി? അക്ബർ മാത്രമേ ഉള്ളൂ, വേറെ ആരും അടുത്തെങ്ങുമില്ല. ശൈത്യ പറഞ്ഞത് കഴിഞ്ഞിട്ട്, ശൈത്യ പൊയ്ക്കഴിഞ്ഞിട്ടും അക്ബർ ഇരുന്നിട്ട് ചിന്തിക്കുകയാണ്. ശൈത്യ അങ്ങോട്ട് പോയിക്കഴിഞ്ഞപ്പോഴത്തേന് വളരെ സൈലൻ്റായിപ്പോയി അക്ബർ. സൈലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ചിന്തിക്കാനേ പറ്റുന്നില്ല. പ്രേക്ഷകരുടെ മൊത്തം പിന്തുണ അത് അനുവിന് കിട്ടിയോ, അനുമോൾക്ക് കിട്ടിയോ, എന്തോ ഇവിടെ നടക്കുന്നതൊക്കെ എന്നുള്ള രീതിയിൽ ആകെ അന്താളിച്ചിരിക്കുകയാണ് അക്ബർ. ശൈത്യ ആവട്ടെ അനുമോളുടെ പ്രേക്ഷക പിന്തുണ മൊത്തത്തിൽ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു.